ഈ സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇങ്ങനെ മൂന്നാണ് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് അതൊരു അവരവരുടെ തന്നെ ഫീലിംഗ് ആണ്. അപ്പം എനിക്ക് ഭയങ്കര ഞാൻ സ്ട്രെസ്ഡ് ആണെന്ന് പറയുന്നത് നമുക്കറിയാം പല കാര്യങ്ങൾ ചിലപ്പം ടാർഗറ്റ് ഉണ്ടാകും, വർക്കിൽ ടാർഗറ്റ് ഉണ്ടാകും. അപ്പം അങ്ങനെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വർക്ക് സംബന്ധമായിട്ടുള്ളതിൽ നമുക്ക് സ്ട്രെസ് വരുത്താം. ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നാളെയിലെക്കുറിച്ച് മറ്റേ സമ്മർദ്ദം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള വേവലാതികളെന്ന് നമുക്ക് പറയാം. ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ എന്ത് ചെയ്യും? ഞാനത് നാളെ ആരേലും ഗസ്റ്റ് വരുന്നുണ്ട്. ഇപ്പം സാധാരണ ഹൗസ് വൈഫ്സിനൊക്കെ ഉള്ള ഒരു ടെൻഷൻ വരുന്നത് നാളെ ഗസ്റ്റ് വരുന്നു അവർക്ക് എന്ത് കൊടുക്കും? അങ്ങനെയൊക്കെയുള്ള പിന്നെ ഉള്ള അല്ലെങ്കിൽ വരാൻ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നോർത്തുള്ള ഭാവിയെക്കുറിച്ചുള്ള ഇതാണ് വരുന്നത്. പിന്നെ എന്തായിരുന്നു പറഞ്ഞത്? ഡിപ്രഷൻ. ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് ഡള്ളായി എനിക്ക് ഒരു എനർജി വരാതെ ഇരിക്കുന്ന അവസ്ഥ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് പോകുമ്പോഴേക്കാണ് ഇനി എനിക്കൊന്നും വയ്യ എന്നുള്ളത് വരുമ്പോഴാണ് നമ്മൾ സൂയിസൈഡൽ ഐഡിയലേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നത്. പിന്നെ സൈക്യാട്രിക് ഇതിൽ വരുന്നത് പിന്നെ ഒരു ആസ്പെക്റ്റും കൂടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സൈക്കോസിസ് ആണ്. ഒന്ന് സൈക്കോസിസ് വരാം. അതപ്പോൾ സൈക്കോസിസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വയലൻ്റ് ആകുക അല്ലെങ്കിൽ മറ്റ് സൗണ്ടുകൾ കേൾക്കുക, പിന്നെ ഇങ്ങനെ മേത്തൂടെ എന്തെങ്കിലും ഇഴഞ്ഞ് ഇങ്ങനെ അതായത് ടാക്ടൈൽ ഹലൂസിനേഷൻ എന്ന് പറയും. അത് മറ്റേത് സൗണ്ട് കേൾക്കുന്നത് ഓഡിറ്ററി ഹലൂസിനേഷൻ. പിന്നെ ഈവൻ ചില സൈക്കോഡെലിക്സ് ഒക്കെ ഡ്രഗ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിഷ്വൽ ഹലൂസിനേഷൻ ഒക്കെ വരാം. അതൊക്കെ സൈക്കോസിസിൻ്റെ പാർട്ടായിട്ട്